സിനിമയിൽ കണ്ട ഒരു ഡയലോഗ് ഓർമ്മ വരികയാണ് ഇപ്പോൾ. ഇതല്ല, ഇതിനേക്കാൾ വലിയ ഹെയർ പിൻ വളവുകൾ ചാടിക്കടന്നവനാണ് ഈ വി ജോസഫ്. ഡ്രൈവിംഗ് ആസ്വദിക്കാനും പറ്റുന്നതാണെന്ന് ഈ യാത്ര നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ സമയമില്ല, നമ്മളിപ്പോൾ ചാലക്കുടി KSRTC ഡിപ്പോയിലാണ് ഉള്ളത്. കാറ്റിന്റെ ഭംഗി ആസ്വദിച്ച് മലക്കപ്പാറയിലേക്ക് ഒരു അടിപൊളി ട്രിപ്പ്, അതാണ് ഇന്നത്തെ ഉദ്ദേശം. ദാ നോക്കൂ, ഇവിടെയുള്ള ഒരു ബസ് മലക്കപ്പാറയിലേക്കുള്ള ഉല്ലാസയാത്ര ബസ്സാണ്, മറ്റേത് മലക്കപ്പാറയിലേക്കുള്ള സാധാരണ ബസ്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ട്രിപ്പ് ബസ്സിലാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഇതാ ഇപ്പോൾ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് 8:10 ബസ് എടുക്കുക. അതേസമയം KSRTC ഡിപ്പോയിൽ നിന്ന് 7:50 ബസ് എടുത്തത്. ഉല്ലാസ ബസിന്റെ ആദ്യ ട്രിപ്പ് രാവിലെ 8 മണിക്കാണ് തുടങ്ങുന്നത്. ട്രിപ്പ് ബസ്സിൽ 120 രൂപയാണ് ഒരാൾക്ക് മലക്കപ്പാറയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. അതേസമയം ഉല്ലാസയാത്ര ബസ്സിൽ 350 രൂപയാണ് ഒരാൾക്ക് മലക്കപ്പാറയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. കേരളത്തിൽ ആദ്യമായി മലക്കപ്പാറയിലേക്കുള്ള ഉല്ലാസയാത്ര സംഘടിപ്പിച്ച ഡിപ്പോയാണ് ചാലക്കുടി KSRTC ഡിപ്പോ. ഇപ്പോൾ കേരളത്തിലെ പല ഭാഗത്തും മലക്കപ്പാറയിലേക്കുള്ള KSRTC ട്രിപ്പുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഉല്ലാസയാത്ര ബസ്സും സാധാ ട്രിപ്പ് ബസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അത് ഞാൻ പറഞ്ഞു തരാം. ഉല്ലാസയാത്ര ബസ്സിൽ ആതിരപ്പള്ളി പോലെയുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ വരുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി ഒന്ന് കറങ്ങി ചുറ്റി വരാനുള്ള ടൈം അവർ അനുവദിക്കും. അതുപോലെ തന്നെ രാവിലെ 8 മണിക്ക് പോയ ബസ് പിന്നെ രാത്രിയോടെയാണ് ചാലക്കുടി KSRTC ഡിപ്പോയിൽ എത്തിച്ചേരുക. ഈ ബസ്സിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് രസിച്ച് ആസ്വദിച്ചു കൊണ്ട് തന്നെ പോകാം. പക്ഷേ ട്രിപ്പ് ബസ്സിൽ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ വരുമ്പോൾ ബസ് ഒന്ന് ഒതുക്കി നിർത്തുക എന്നല്ലാതെ നമുക്ക് പുറത്തിറങ്ങി കറങ്ങാനുള്ള ടൈമൊന്നും അവർ അനുവദിക്കില്ല. പക്ഷേ ഏത് ബസ്സായാലും എൻ്റെ പൊന്നോ, മലക്കപ്പാറയിലേക്കുള്ള യാത്ര ഒരൊന്നര യാത്ര തന്നെ ആയിരിക്കും. ഇതാ ഇപ്പം ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞ് ചാപ്പാട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്തത് വായിച്ചാൽ വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഈ ബസ്സിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള അവസരം ഇല്ല. എന്നാൽ ഉല്ലാസ ബസ്സിൽ അവിടേക്ക് പോകാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. ആതിരപ്പള്ളി വായിച്ചാൽ വെള്ളച്ചാട്ടം കാണുന്നതിന് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ലായിരുന്നു കാര്യങ്ങൾ. ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഈ ബസ്സിലെ 90% ആളുകളും മലക്കപ്പാറയിലേക്കുള്ള ടൂറിസ്റ്റുകൾ ആയിരുന്നു. ഇതായിപ്പോൾ ഞങ്ങൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ഇരുമ്പ് പാലത്തിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വണ്ടി ചെയ്ത ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചായക്ക് 12 രൂപയാണ് റേറ്റ്. അതുപോലെ തന്നെ ബോണ്ടയ്ക്ക് 10 രൂപയും പഴംപൊരിക്ക് 12 രൂപയുമാണ്.
ഇതാണ് ഞങ്ങളുടെ ബസ്സിന്റെ ഡ്രൈവർ വി ജോസഫ് സാർ, അതുപോലെ തന്നെ കണ്ടക്ടർ വിനോദ് സാർ. സംഗതി ട്രിപ്പ് ബസ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബസ്സിലെ 90% ആളുകളും മലക്കപ്പാറയിലേക്കുള്ള ടൂറിസ്റ്റുകളാണ്. ഇതാ ചിലരൊക്കെ ഇവിടെ ഡാൻസും പാട്ടുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് വായ്ച്ചാൽ ചെക്ക് പോസ്റ്റിൽ പേരും വണ്ടി നമ്പറും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം യാത്രക്കാർക്ക് വനത്തിൽ പാലിക്കേണ്ട കുറേ നിർദ്ദേശങ്ങൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഭിക്കും. സ്പീഡ് പരിധി 30 കിലോമീറ്റർ. വണ്ടി വനത്തിൽ നിർത്താൻ പാടില്ല. പ്ലാസ്റ്റിക്, മദ്യം, തീ പിടിക്കാൻ കാരണമായ സിഗരറ്റ് തുടങ്ങിയവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ചില നിർദ്ദേശങ്ങളിൽ ഉള്ളതാണ്. ആനയെ കാണാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ആദ്യം കണ്ടത് ഒരു കിടിലൻ കാട്ടുപോത്തിനെയായിരുന്നു. സിംഹം പോലും അടുക്കാൻ ഭയപ്പെടുന്ന ഒരു ജീവിയാണ് കാട്ടുപോത്ത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബൈക്കുമായുള്ള യാത്രയാണ് ഇതുവഴിയുള്ള ഏറ്റവും മനോഹരമായ യാത്ര. പക്ഷേങ്കിൽ അമിത ശബ്ദമുള്ള ബൈക്കുകളൊന്നും ഇങ്ങോട്ടേക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റി വിടുകയില്ല. മറ്റൊരു കാര്യം കൂടി ഓർത്തോളൂ, ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിന് എന്തെങ്കിലും തകരാറ് വന്നു പോയാൽ അത് പരിഹരിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെടേണ്ടി വരും. കാരണം അടുത്ത ദൂരത്തൊന്നും നമുക്ക് വണ്ടി നന്നാക്കാനുള്ള ഒരു സാധ്യതയും ലഭിക്കില്ല. അതുകൊണ്ട് ബൈക്കുമായുള്ള യാത്ര ഇതുവഴി ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഞങ്ങൾ ഷോളയാർ ഡാമിന്റെ പ്രൊജക്ട് പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ റൂട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഇത് ഉള്ളത്. പക്ഷേ ട്രിപ്പ് ബസ്സുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് പതിവ്. അറിഞ്ഞ് അതിമനോഹരമായ ഒരു അടിപൊളി യാത്ര, അതാണ് മലക്കപ്പാറ യാത്ര. ഇപ്പോൾ ഞങ്ങൾ ഷോളയാർ ഡാമിന്റെ പെൻ സ്റ്റോക്ക് പൈപ്പിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഷോളയാർ ഡാമിന് അപ്പർ ഷോളയാർ എന്നും ലോവർ ഷോളയാർ എന്നും 2 ഡാമുകളുണ്ട്. അപ്പർ ഷോളയാർ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്, ലോവർ ഷോളയാർ കേരളത്തിലും. ഞങ്ങളുടെ കണ്ടക്ടർ യാത്രയിലുടനീളം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിലും ഡ്രൈവറും കണ്ടക്ടറും സപ്പോർട്ടായാൽ ഏതാണ് വണ്ടി യാത്രയും ഉല്ലാസകരമായ ഒരു യാത്ര തന്നെയായിരിക്കും. ഷോളയാർ വനത്തിലൂടെയുള്ള മലക്കപ്പാറയിലേക്കുള്ള യാത്രാപ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപാട് ആനന്ദം പകരുന്നതാണ്. ഡാം, വെള്ളച്ചാട്ടം, തേയിലത്തോട്ടം, വന്യജീവികൾ എല്ലാം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ് മലക്കപ്പാറ യാത്ര.
അപ്പോൾ നേരത്തെ നമ്മൾ ഷോളയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. 2 ഡാമുകളിലെയും റിസർവോയറിലെ ഔട്ട്ഫ്ലോ കേരളത്തിലെ ചാലക്കുടി പുഴയിലേക്കാണ് എത്തുന്നത് എന്ന് കൂടി ഓർത്തു വെക്കാം. ഷോളയാറിന്റെ റിസർവോയർ പ്രദേശത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇത്. ഷോളയാർ ഡാമിന്റെ റിസർവോയർ പ്രദേശത്തേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഇല്ല. മലക്കപ്പാറ തൃശൂർ ജില്ലയുടെ ഭാഗമാണ്. ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടിന്റെ പരിധിയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രക്ക് ചെക്ക് പോസ്റ്റിൽ വീണ്ടും പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട്. ഇടയ്ക്ക് ചില യാത്രക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ജോസഫ് സാർ ബസ് ഒന്ന് നിർത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ അതിമനോഹരമായ മലക്കപ്പാറ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ടാറ്റ ടീ കമ്പനിയുടെ തേയിലത്തോട്ടങ്ങളും ടാറ്റ കോഫി കമ്പനിയുടെ കാപ്പിത്തോട്ടങ്ങളുമാണ് ഇവിടെ നിറയെ. കാണുന്ന ചെക്ക് പോസ്റ്റിന്റെ അങ്ങോട്ടേക്ക് തമിഴ്നാടിന്റെ ഭാഗമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വാൽപ്പാറ, പൊള്ളാച്ചി, ഊട്ടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളൊക്കെ പോകാൻ കഴിയും. നമ്മുടെ ബസ് ഈ ചെക്ക് പോസ്റ്റ് വരെ യാത്രയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചുള്ള യാത്രയാണ്. രാവിലെ 7:50 യാത്ര തുടങ്ങിയ ഞങ്ങൾ 11:45 ഇവിടെ എത്തിയത്. മൂടൽമഞ്ഞും മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ എത്തുന്ന സമയം ചിലപ്പോൾ വൈകിയേക്കാനും സാധ്യതയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് 12:45 ബസ് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ മല്ലക ചേച്ചിയുടെ ഹോട്ടലിലേക്ക് ഊണ് കഴിക്കാനായി കയറി. ചോറിന് 60 രൂപയും ബിരിയാണിക്ക് 120 രൂപയുമാണ് ഇവിടുത്തെ റേറ്റ്. കൊള്ളാം, തരക്കേടില്ലാത്ത ഭക്ഷണം. എല്ലാം അൺലിമിറ്റഡുമാണ്. പപ്പടം അൺലിമിറ്റഡിൽ പെടില്ല കേട്ടോ. നല്ല ശുദ്ധമായ കോഫി പൗഡറും ചായപ്പൊടിയും ഒക്കെ കിട്ടുന്ന കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല ചോക്ലേറ്റുകളും ഇവിടെ കിട്ടും. ഞങ്ങൾ അതേ ബസ്സിൽ തിരിച്ചുള്ള യാത്ര തുടങ്ങി. ഇക്കുറി ഡ്രൈവറുടെ എതിർവശത്ത് തന്നെ സീറ്റ് കിട്ടിയത് കൊണ്ട് കാഴ്ചകൾക്കൊക്കെ നല്ല വ്യക്തത ഉണ്ട്.
മനോഹരമായ കാഴ്ചകൾ ഒരിക്കലും നഷ്ടമാകില്ല മലക്കപ്പാറയിലേക്കുള്ള യാത്ര. പക്ഷേ ഇവിടേക്ക് ചിലപ്പോൾ ഭയങ്കര മൂടൽ മഞ്ഞായിരിക്കും. എങ്കിലും അതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാ. യാത്രയിൽ ആനകളെ കാണുമെന്ന പ്രതീക്ഷ ഡ്രൈവറും കണ്ടക്ടറുമൊക്കെ പങ്കുവച്ചെങ്കിലും നിർഭാഗ്യവശാൽ ഞങ്ങൾക്കതിനെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ആനപ്പിണ്ടം കാണാൻ കഴിഞ്ഞു. ഇത് ഈ ഭാഗത്ത് ധാരാളം ആനകൾ ഉണ്ടെന്ന സൂചനയായിരുന്നു. ആനകളെ കണ്ടില്ലെങ്കിലും കാട്ടിൽ ആനപ്പിണ്ടം കാണാൻ കഴിഞ്ഞത് സന്തോഷമുള്ള കാര്യം തന്നെയെന്ന് തൽക്കാലം ആശ്വസിക്കാം. മാലാഖപ്പാറയാണ് മലക്കപ്പാറയായി മാറിയത്. ചാലക്കുടിയിൽ നിന്ന് 88 കിലോമീറ്ററാണ് മലക്കപ്പാറയിലേക്കുള്ളത്. അവിടുന്ന് അങ്ങോട്ട് വാൽപ്പാറയിലേക്ക് പോകാൻ 25 കിലോമീറ്ററുകളേ ഉള്ളൂ. വാൽപ്പാറയിൽ നല്ല ഫ്രൈ ചെയ്ത കൊയിൽമീൻ കിട്ടുമത്രേ. പക്ഷെ KSRTC ബസ്സുകളെല്ലാം മലക്കപ്പാറ വരെ പോകുന്നുള്ളൂ. ഇതാ നമ്മൾ തിരിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് 1/2 മണിക്കൂറോളം കഴിഞ്ഞു. അപ്പോൾ ഇതാ ഉല്ലാസയാത്ര ബസ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവരെങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ നിർത്തി നിർത്തി ആസ്വദിച്ചു പോവുകയാണ്. ചാലക്കുടിയിൽ നിന്ന് ചീനിക്കാസ് എന്നൊരു പ്രൈവറ്റ് ബസ് ഉണ്ട്. അത് വാൽപ്പാറ വരെ പോകാറുണ്ട്. വാൽപ്പാറ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ബസ്സിനെയും ആശ്രയിക്കാം. തിരക്കുള്ള സമയത്ത് മലക്കപ്പാറയിലേക്ക് KSRTCയുടെ സ്പെഷ്യൽ ട്രിപ്പുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെയുള്ള കാഴ്ചകൾ പോലെ തന്നെ കൗതുകകരമായി തോന്നിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ജോസഫ് സാറിൻ്റെ ഡ്രൈവിംഗ് തന്നെ. ഈ റൂട്ടിൽ മുന്നോട്ട് മാത്രം ബസ് എടുത്താൽ പോരാ, ചിലപ്പോൾ പിന്നോട്ടും എടുക്കേണ്ടി വരും. കൊടും വളവുകളാണെങ്കിൽ ധാരാളവും. കാഴ്ചകൾ പോലെ തന്നെ കണ്ണിന് ആനന്ദം പകരുന്ന ഒന്ന് തന്നെയാണ് ജോസഫ് സാറിൻ്റെ ഡ്രൈവിംഗും. മനസ്സും ശരീരവും ഒന്നിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ആസ്വദിക്കുമ്പോഴും ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ അദ്ദേഹം വാചാലനാകും. 2018 പ്രളയത്തിൽ ഈ മേഖലയിൽ ഉരുൾപൊട്ടിയ സ്ഥലവും മറ്റു ചില കാര്യങ്ങളും ജോസഫ് സാർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മരങ്ങളെക്കുറിച്ച് നല്ല അറിവാണ് ജോസഫ് സാറിന്. ഒത്തിരി മരങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. ഉറപ്പായും യാത്രികർക്ക് ഒരറിവും മിസ്സാവരുത് എന്ന ചിന്തയുള്ള ആളുകളാണ് നമ്മുടെ ജോസഫ് സാറും കണ്ടക്ടർ സാറും. ഞങ്ങളോടൊപ്പം ബസ്സിലുണ്ടായിരുന്ന കുസാറ്റിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ജോസഫ് സാറും കണ്ടക്ടർ സാറും വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ടായിരുന്നു.
ഓർമ്മ വരികയാണ് ഇപ്പോൾ. ഇതല്ല, ഇതിനേക്കാൾ വലിയ ഹെയർ പിൻ വളവുകൾ ചാടിക്കടന്നവനാണ് ഈ വി ജോസഫ്. ഡ്രൈവിംഗ് ആസ്വദിക്കാനും പറ്റുന്നതാണെന്ന് ഈ യാത്ര നമുക്ക് മനസ്സിലാക്കി തരും. ചാലക്കുടിയിൽ നിന്ന് KSRTCക്ക് ഒരു ദിവസം 4 ട്രിപ്പുകളാണ് ഉള്ളത്. ഡിപ്പോയിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. മലക്കപ്പാറയിലേക്കുള്ള KSRTC ഉല്ലാസ ബസ് യാത്രയിൽ സീറ്റ് കിട്ടണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുക തന്നെ വേണം. ബുക്കിംഗ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്തായാലും ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് ഷോളയാർ വനത്തിലൂടെയുള്ള മലക്കപ്പാറ യാത്ര. എന്തായാലും ഈ റൂട്ടിലൂടെയുള്ള യാത്ര നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാക്കി തരും, അതുറപ്പാണ്. മഴയില്ലാത്ത ഒരു ദിവസമായിരുന്നു ഞങ്ങളുടെ യാത്ര. സാധാരണ ഷോളയാർ വനങ്ങളിൽ വേനൽക്കാലത്ത് പോലും മഴ പെയ്യാറുണ്ട്. മഴയില്ലാത്തത് കൊണ്ട് കോടമഞ്ഞും ഉണ്ടായിരുന്നില്ല. കോടമഞ്ഞ് ഇല്ലാത്തത് കൊണ്ട് കാഴ്ചകളൊക്കെ നല്ല വ്യക്തമായി കാണാൻ സാധിച്ചു. ഇതാ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചീനിക്കാസ് ബസ്. ഇത് വാൽപ്പാറ വരെ പോകും. രാവിലെ 6 മണിക്കാണത്രേ ഇതിൻ്റെ ചാലക്കുടിയിൽ നിന്നുള്ള ഫസ്റ്റ് ട്രിപ്പ്. ചാലക്കുടി നദിയുടെ മനോഹരമായ കാഴ്ചകളിലൂടെയുള്ള തിരിച്ചിറക്കം. കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനമാണ് ചാലക്കുടി പുഴയ്ക്കുള്ളത്. എറണാകുളം, തൃശ്ശൂർ എന്നീ ജില്ലകളിലായാണ് ഇത് ഒഴുകുന്നത്. ഏതാണ്ട് 144 കിലോമീറ്റർ നീളമുണ്ട്. ആതിരപ്പള്ളി, വായച്ചാൽ, ചാർപ്പ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ നദിയിലാണ്. ചാലക്കുടി പുഴ ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴകളിൽ ഒന്നാണ്. മറ്റെങ്ങുമില്ലാത്ത വൈവിധ്യമാർന്ന മത്സ്യങ്ങൾ ഈ നദിയിലുണ്ട്. ഷോളയാർ പുഴ, കാരപ്പാറ പുഴ, കുര്യായർകുട്ടി ആറ്, പെരുവരപ്പള്ളം ആറ്, തുണക്കടവ് പുഴ തുടങ്ങിയവ ചാലക്കുടി നദിയുടെ പ്രധാന പോഷക നദികളാണ്. തമിഴ്നാട് ഭാഗത്തുള്ള ആനമല നിരകളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഷോളയാർ, പറമ്പിക്കുളം, പെരിങ്ങൽകുത്ത്, തൂണക്കടവ് അണക്കെട്ട് തുടങ്ങിയവയൊക്കെ ചാലക്കുടിയിലെ പ്രധാന പദ്ധതികളാണ്. മലക്കപ്പാറ റൂട്ടിൽ ശാന്തമായി ഒഴുകുന്ന ചാലക്കുടി പുഴയെയും
രൗദ്രഭാവത്തിൽ ഒഴുകുന്ന ചാലക്കുടി പുഴയെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ ഞങ്ങൾ വീണ്ടും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്ന കുസാറ്റിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഇറങ്ങി. നല്ലൊരു യാത്രയുടെ ഓർമ്മയുമായി ഞങ്ങൾ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി മാള ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലേക്കും പോയി. മറ്റൊരു നല്ല യാത്രയുടെ വിശേഷവുമായി വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ.